വെൽക്കം ടു CMPK ലോ അക്കാഡമി. ഓക്കെ, അപ്പോൾ ഗ്രാമർ പോർഷൻസ് മാത്രമാണോ ഇംഗ്ലീഷ്? അല്ല, ഗ്രാമർ അല്ലാതെ കുറേ സംഗതികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയുണ്ട്. പാസേജസ് ഉണ്ട്, പിന്നെ റീഓർഡറിങ് ഉണ്ട്, സെന്റൻസ് കംപ്ലീഷൻ, സ്പോട്ടിംഗ് ദ എറർ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക, എൻഡ്ലെസ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊരു പോർഷൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, വിച്ച് ഇസ് റീഓർഡറിങ് വേർഡ്സ് ആൻഡ് സെന്റൻസസ്. നിങ്ങൾ ഈ കുഞ്ഞു ക്ലാസ്സിൽ ജംബിൾഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അതേ ഒരു സെയിം സാധനമാണ് ഇത്. എന്താ നോക്കിയേ, അതായത് ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് തരും, എന്നിട്ട് പല ഓർഡറിൽ സെന്റൻസുകൾ കൊടുക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ഓർഡറിലാക്കണം. ഓക്കെ, ഇവിടെ എൻട്രൻസ് പെർസ്പെക്റ്റീവ് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കൊരു 50 അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിന്റെ ഉണ്ടെങ്കിൽ പാരഗ്രാഫ് വായിച്ച് ആൻസർ ചെയ്യാനുള്ള ഏരിയയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രിപ്പോസിഷൻസ് ഒക്കെ വന്നതിന് ഡൗട്ട് തോന്നും. അപ്പൊ നിങ്ങൾ ഓരോന്നും പ്ലേസ് ചെയ്ത് നോക്കും, അവിടെ നിങ്ങളുടെ ടൈം പോകും. അതുപോലെ സെന്റൻസ് കംപ്ലീഷൻ അല്ലെങ്കിൽ സ്പോട്ടിംഗ് എറർ ഒക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ സ്പോട്ടിംഗ് എറർ വന്നു കഴിയുമ്പോൾ സെന്റൻസ് നിങ്ങൾ വീണ്ടും വായിച്ച് ഓരോ സ്ലാഷ് കേട്ട് നിങ്ങൾ നോക്കി വരുമ്പോഴേക്കും അതിന് സമയം പോകും. അതൊക്കെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളുടെ സമയം കളഞ്ഞൊരു സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് റീഓർഡറിങ് വേർഡ്സ്. നിങ്ങൾക്ക് ആകെയുള്ള ടൈമില്ല, നിങ്ങൾക്ക് മാത്സ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല എമൗണ്ട് ഓഫ് ടൈം വേണം, അൺലെസ് യു ആർ നോട്ട് സോ പ്രൊഫിഷ്യന്റ് ഇൻ മാത്സ്. മനസ്സിലായോ? അതെങ്ങനെ നിങ്ങൾ ലീഗലിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും, ലീഗലിന്റെ റീസണിങ് പാർട്ട് വന്നു കഴിയുമ്പം കഥകൾ കേട്ട് ഇന്ന ഇന്ന ബുഷിന്റെ അടുത്ത് നിന്ന് ആള് തല്ലാൻ പോയി, അപ്പൊ എന്ത് സംഭവിച്ചു, ആ സ്റ്റോറീസ് കേട്ട് നിങ്ങളുടെ കുറേ എന്ത് പോകും, സമയം പോകും. പിന്നെ പാസേജ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ കുറേ സമയം പോകും. സോ ടൈം എന്ന് പറയുന്നത് നമ്മുടെ എൻട്രൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് ഈവൻ ഇപ്പൊ നമുക്കൊരു 100 ക്വസ്റ്റ്യൻസ് ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ കയറാൻ വേണ്ടി ഒരു 100 ക്വസ്റ്റ്യൻസ് നമുക്ക് മസ്റ്റ് ആണെങ്കിൽ ആ 100 കറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, സമയം കളയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ ഇംഗ്ലീഷ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരുപാട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ GK-യിലോ മാത്സിലോ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞാലോ അതൊരു ഭയങ്കര റിസ്ക് ആണ്. ഓഫൺ എനിക്ക് തോന്നുന്നത് എല്ലാ ഇയറും എക്സാംസ് കഴിയുമ്പം സ്റ്റുഡൻസ് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അതായത് സമയം തികഞ്ഞില്ല. സോ വാട്ട് ഹാപ്പൻസ്, അത് ഇംഗ്ലീഷിൽ ജനറലി ഉള്ളൊരു പ്രോബ്ലം ആണ്. ഗ്രാമറ്റിക്കൽ പോർഷൻസ് അല്ലാത്ത എല്ലാ പോർഷൻസിനും ആ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ സമയം എന്ത് ചെയ്യും, കളയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളല്ലാതെ പ്രാക്ടീസ് ചെയ്യും. സോ CMPK ലോ അക്കാഡമിയിൽ നമ്മൾ എന്താണ് സ്മാർട്ട് വർക്ക് ഓറിയന്റ് ചെയ്യാണ്. എങ്ങനെ നമുക്ക് സമയം അധികം നശിപ്പിക്കാതെ അല്ലെങ്കിൽ സമയം അധികം സ്പെൻഡ് ചെയ്യാതെ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ആരെയാണ്, റീഓർഡറിങ് വേർഡ്സ് ആൻഡ് സെന്റൻസസ്. എങ്ങനെ സെന്റൻസുകൾ റീഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്ന പാർട്ട് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, മെയിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താ, വി ആർ ഡൂയിങ്. നമുക്ക് ഇവിടെ ഒരു പ്രോനൗൺ ഉണ്ട്, ഒരു ഓക്സിലറി ഉണ്ട്, ഒരു വേർബ് ഉണ്ട്. എന്തൊക്കെയാ, പ്രോനൗൺ, ഓക്സിലറി, വേർബ്. കണ്ടോ, വി ആർ ഡൂയിങ്. സോ എന്തോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ ഏറ്റവും എളുപ്പം ഓപ്ഷൻസിനെ ഡിലീറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ടൈം അധികം കളയാതെ സ്കോർ ചെയ്യാൻ എപ്പോഴും എളുപ്പം എന്താ, ഓപ്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക. എങ്ങനെ, നിങ്ങൾക്ക് മനസ്സിലായി, വി ആർ ഡൂയിങ്, നിങ്ങൾ എന്തോ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പോവാണ്. ഓക്കെ, സോ ജസ്റ്റ് മീൻസ് വി ആർ ഡൂയിങ്. ഇവിടെ ഇനിയിപ്പോ എന്ത് വരാൻ ചാൻസ് ഇല്ല, വി ആർ ഡൂയിങ് 2 പറയത്തില്ല, അല്ലെങ്കിൽ വി ആർ ഡൂയിങ് 4 പറയണം. ഇവിടെ എവിടെയെങ്കിലും 4 ഉണ്ടോ, ഇല്ല. വി ആർ ഡൂയിങ് അപ്പൊ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വി ആർ ഡൂയിങ് കഴിഞ്ഞാൽ ബട്ട് ഒരിക്കലും വരത്തില്ല, അപ്പൊ എസ് അല്ല ആദ്യം. വി ആർ ഡൂയിങ് 2 പറയോ, ഇല്ല. സോ വിച്ച് മീൻസ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ആറാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഓക്കെ വി ആർ ഡൂയിങ് ഓൾ വി ക്യാൻ. ഓക്കെ, അത്രയും കിട്ടി. എന്താ, എല്ലാം ചെയ്യും, എന്തിനു വേണ്ടി. അപ്പൊ അവിടെയും ബട്ട് വരത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ പ്രശ്നം പിന്നെ ആരൊക്കെയാണ്, 2 കൂട്ടിയുള്ള 2 സെന്റൻസുകളാണ്. ഇപ്പൊ 2ഉം 2 വന്നു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത പ്രശ്നം നോക്കുക, ടു ദ പീപ്പിൾ. ഓക്കെ, ടു ദ പീപ്പിൾ വന്നാലോ, ആൾക്കാർക്ക് വേണ്ടി. ആൾക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വേണം, ആൾക്കാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടി. അപ്പൊ നിങ്ങൾ അടുത്ത സെന്റൻസ് നോക്കി, ടു ഗീവ് റിലീഫ്. ആൾക്കാർക്ക് റിലീഫ് കൊടുക്കാൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ആർ എഴുതി, ക്യൂ വന്നു, പി വന്നു, പിന്നെ പോയിട്ട് എന്താണെങ്കിലും എന്തേ ഉള്ളൂ, എസ് എ ഉള്ളൂ. കണ്ടോ, ലിങ്ക് കണ്ടുപിടിക്കുക. സെന്റൻസിൽ ലിങ്ക് കണ്ടുപിടിക്കുന്നിടത്താണ് നിങ്ങളുടെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. എന്താ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ.
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കുക സെന്റൻസിന്റെ സ്ട്രക്ചർ. വെർബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരണം? വി ആർ ഡൂയിങ്. അവരെന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? വി ആർ ഡൂയിങ് വാട്ട് ടു ഹും. ആർക്ക് എന്ത് ചെയ്യുന്നു? ഇനി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടു ഗീവ് റിലീഫ് ആണ്. പക്ഷെ അപ്പോഴും മോള് കിടക്കുക. ടു കൂട്ടി സെന്റൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്. നിങ്ങളിത് പറഞ്ഞു നോക്കിയും വി ആർ ഡൂയിങ് ടു തെറ്റാണ്, സെന്റൻസ് തെറ്റാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ടൂവിനെ ഒക്കെ കളഞ്ഞു. ബട്ട് വരികയില്ല, ഉറപ്പാ. സോ ഓൾ വി ക്യാൻ എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നം ആര് വന്നു? ടു വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതിനേക്കാളും എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്ത് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ അത് ആർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ടു ഗീവ് റിലീഫ്. ഇനി റിലീഫ് ആർക്കാ? ടു ദ പീപ്പിൾ. അപ്പൊ എന്ത് സംഭവിക്കും? ബട്ട് മോർ ഫണ്ട്സ് ആർ നീഡഡ്. കണ്ടോ? ഇഷ്യൂ ഇസ് സോൾവ്. സോ സെന്റൻസ് നോക്കുക, കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എവിടെയാണോ വാക്ക് എൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉള്ള വേർഡ് 4 ഓപ്ഷനിൽ തപ്പുക. അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് കിട്ടും. വേണ്ടുന്ന സാധനങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്യുക. ആദ്യം ഞാൻ ബട്ട് മോറിനെ അവോയ്ഡ് ചെയ്തു, പിന്നെ 3 എണ്ണം വന്നു. 2 എന്താണെങ്കിലും വരില്ല, 2വിനെ അവോയ്ഡ് ചെയ്തു. ആൻസർ ഓൾ കിട്ടി. ഓൾ എടുത്ത് പ്ലേസ് ചെയ്തു, പിന്നെ 3 എണ്ണമേ ഉള്ളൂ. അപ്പൊ എന്ത് മനസ്സിലായി? ഓൾ വി ക്യാൻ കഴിഞ്ഞു. ഓക്സിലറി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് വരണം? പ്രിപ്പോസിഷൻ വന്നേ പറ്റുള്ളൂ. ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് ആൻസർ ചെയ്യേണ്ടത് നോക്കി, ആൻസർ കിട്ടി. പിന്നെ അടുത്ത എന്താ? ആ ഓപ്ഷനേ വരുള്ളൂ. ഇത് ഏറ്റവും ലാസ്റ്റേ വരുള്ളൂ. കണ്ടോ? ഇംഗ്ലീഷ് ഇസ് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ് അൺലെസ് യു കോംപ്ലിക്കേറ്റ് ഇറ്റ്. നിങ്ങൾ സ്വയം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രീ ഓക്കുപ്പൈഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്താ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇംഗ്ലീഷ് പാടാണ്, ഇംഗ്ലീഷ് പാടാണ്, ഇംഗ്ലീഷ് പാടാണ്. ഈ ഒരു അപ്രോച്ചും കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിനെ എന്താ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. കണ്ടോ? ഇതിപ്പം ഞാൻ സോൾവ് ചെയ്തതിനേക്കാളും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആണ്. പക്ഷെ കുഴപ്പം എന്താ? എങ്ങനെ എന്നും മനസ്സിലാക്കണം. എങ്ങനെ സ്മാർട്ടായിട്ട് സെന്റൻസിനെ റീഅറേഞ്ച് ചെയ്യാം, എങ്ങനെ സ്മാർട്ടായിട്ട് സെന്റൻസിനെ ഓർഡറിലാക്കാം. ആൻഡ് ലാസ്റ്റ് ടിപ്പ്, നിങ്ങൾ എന്ത് ഓർഡർ ആക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആദ്യം തിരഞ്ഞെടുക്കുന്ന സെന്റൻസിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾ മനസ്സിലാക്കിയെടുത്താണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, വി ആർ ഡൂയിങ്, ഞങ്ങൾ ചെയ്യാൻ പോവാണ്. ആ തരുന്ന സെന്റൻസിനെ അതുപോലെ മലയാളത്തിലേക്ക് ആക്കുക. തരുന്ന സെന്റൻസ് ഒട്ടും പാട് കാണത്തില്ല മലയാളത്തിലേക്ക് ആക്കാൻ. തരുന്ന സെന്റൻസിനെ അതുപോലെ മലയാളത്തിലേക്ക് ആക്കുക. ബാക്കി നിങ്ങൾക്ക് അപ്പം 50% നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. തന്ന സെന്റൻസിനെ മലയാളത്തിലാക്കിയാൽ 50% വർക്ക് ലോഡ് അവസാനിച്ചു. ബാക്കി 50% നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർഡറിലാക്കാനായിട്ട് വർക്ക് ചെയ്താൽ മതി. അപ്പൊ നോക്കി 50% അപ്പം എന്ത് ചെയ്യാം? 3 മാർക്ക് ആണെങ്കിൽ 1.5 മാർക്ക് നിങ്ങൾക്ക് ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. കാരണം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ നമ്മൾക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ലൈക്ക് ഞാൻ ഇന്നടത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും അറിയാം. ഓക്കെ, ജബിൾ സെന്റൻസ് എന്ത് എളുപ്പമുള്ള ആരെ വെറുതെ ചുമ്മാ മിസ്റ്ററൊക്കെ പറയുന്നു. ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാടാണെന്ന് പറഞ്ഞ് നോക്കാതെ പോകുന്ന മൈൻഡ് സെറ്റോട് കൂടി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാർക്ക് പോകും. ആൻഡ് റീഅറേഞ്ചിങ് ദ സെന്റൻസ് ഓർ റീഅറേഞ്ചിങ് ദ വേർഡ്സ് മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഉറപ്പായിട്ട് കണ്ടിരിക്കും. മിനിമം ഒരു 2-3 ക്വസ്റ്റൻ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ അപ്പം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പോർഷനെ മലയാളത്തിലേക്ക് ആക്കുക, ഇങ്ങോട്ടേക്ക് വരിക, അവോയ്ഡ് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, റീ ഓർഡറിങ് വേർഡ്സ് അത്യാവശ്യം പാടായതുകൊണ്ട് നമ്മൾ ഫർദർ ക്ലാസ്സസിൽ ആദ്യം ഇങ്ങനത്തെ സിമ്പിൾ സംഭവങ്ങൾ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ടിപ്സ് എന്ത് ചെയ്യാം നമുക്ക് അക്കാഡമിയിൽ നിന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫ് ഈ ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സീ യു ഓൾ ഇൻ നെക്സ്റ്റ് ക്ലാസ്.